ധാർമ്മികതയുടെ ഹോൾസെയിലുകാരാന്നാ പറയണേ. ഈ ജനാധിപത്യത്തിന്റെ കാലത്ത് ഈ പഴയ ഗോത്രകാല മതദൈവ സങ്കല്പങ്ങളൊന്നും നമുക്ക് യാതൊരു ആവശ്യമില്ല എന്ന് വിമർശിക്കുമ്പോൾ ഇവർ പൊതുവെ പറഞ്ഞൊരു കാര്യമാണ്, മതങ്ങളാണ് ധാർമ്മികത പഠിപ്പിക്കുന്നത്, മതങ്ങളില്ലായിരുന്നു ഈ ലോകത്തിന്റെ ഒരു അവസ്ഥ എന്നാണ് അവർ പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സാമൂഹ്യജീവിയായ മനുഷ്യൻ ഈ സമീപ നാൾ വരെ അനുവർത്തിച്ചു വന്നത് ഏറ്റവും നിന്ദ്യവും നീചവുമായ ഒരു വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. എന്താണെന്ന് പറയോ? അടിമ വ്യാപാരം. മനുഷ്യനെ കന്നാലിയെ പോലെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരിക, അവനവൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുക, അത് കഴിഞ്ഞ് തല്ലിക്കൊന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ആരും ചോദിക്കാനില്ല. അങ്ങനെ ഒരു വ്യവസ്ഥിതി നിലനിന്നായിരുന്നു ഇവിടെ. ഒരു നൂറ്റാണ്ടേ ആയുള്ളൂ അത് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ടേ. സൗദി അറേബ്യയിലെ ഏറ്റവും അവസാനം നിന്നത് എപ്പോഴാണ് അവസാനിച്ചേ? UN കുത്തിന് പിടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് നിർത്തിയത് അല്ലേ? നിങ്ങൾ ഭൂമിയിലെ സകല വിശുദ്ധ ഗ്രന്ഥങ്ങളും വായിക്കും. ഏതിലെങ്കിലും ഹേ മനുഷ്യ, നിങ്ങൾ സമസൃഷ്ടങ്ങളാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങളെ, നിങ്ങൾ ദൈവം ഇമാതിരി പോക്കൃത്തരം കാണിക്കരുത് ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. ഒരു ദൈവവും ദൈവത്തിന്റെ വക്താക്കളോ ദൈവത്തിന്റെ പുത്രന്മാരോ ദൈവത്തിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളോ ആരും പറഞ്ഞില്ല ഇത് പോക്കൃത്തരാന്ന് പറഞ്ഞില്ല. ആധുനിക കാലത്തെ മനുഷ്യന്റെ സാമൂഹിക ബോധം ശാസ്ത്രബോധമൊക്കെ വെച്ചിട്ട് ഹ്യൂമൻ ബീയിങ് ഒന്നാണെന്ന് പറയുന്ന സമയം വരെ അത് തുടർന്നു. ആലോചിക്കണേ. ഇനി വേറൊരു കൂട്ടര്, നീ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പോക്കൃത്തരം കൊണ്ടാണ് നീ ഈ ജന്മത്തിൽ ഈ കൊല്ലത്തിൽ ജനിച്ചതെന്നും അതുകൊണ്ട് നീ എന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണമെന്നും നിന്റെ മുതുകത്ത് കയറി അർമാദിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്ന് ദൈവം പറഞ്ഞു എന്നും പറഞ്ഞ് എഴുതി വെച്ച് വേറെ ഒരു ധാർമ്മികതയുടെ പുസ്തകം ഇവിടെ. സ്വന്തം ഗോത്രത്തെ പറ്റി മാത്രമല്ലാതെ പുറത്തുള്ള മറ്റു മനുഷ്യരെ പറ്റി ചിന്തിച്ച് ഒരു വിശുദ്ധ പുസ്തകങ്ങളും ഞാൻ കണ്ടിട്ടില്ല. നീ എന്നോട് പോക്കൃത്തരം കാണിച്ചാൽ നിന്റെ തലമുറയെ ഞാൻ നശിപ്പിച്ചു കളയും, വിജാതിയർക്ക് വിട്ടുകൊടുക്കും, നിന്റെ പെമ്മക്കളെ നിന്റെ കൺമുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുന്നത് നീ കാണേണ്ടി വരും, ഊരിപ്പിടിച്ച വാളുമായി ഞാൻ നിന്റെ പുറകെ ഒരു എൻ്റെ ഒന്നോ ചിരിച്ച് മണ്ണുപ്പി പോവുള്ളൂ. ധാർമ്മികതയാണ്. പിന്നെ പൊതുവേ ഈ ആരോപണക്കാർ വന്നിട്ട് പറയുന്നത് നിരീശ്വരവാദിയായ നിങ്ങൾക്ക് അമ്മയെയും പെങ്ങളെയും ഭോഗിക്കാമല്ലോ എന്നാണ്. എൻ്റെ പൊന്നെണ്ണ, അപ്പൊ ഈ മതം പറഞ്ഞില്ലാതെ ഇയാളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ തന്നെ സമ്മതിക്കണം. ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിന് ശേഷമൊക്കെ ഉള്ള ആ ഒരു ആർത്തിയുടെ ഫാന്റസി കഥകൾ ഒന്നും പറയാനില്ല. ഇനി ദൈവങ്ങൾ തന്നെ ദൈവക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച കഥകളൊക്കെ നമ്മൾ വായിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുച്ചിപ്പിയൊക്കെ മാറി നിൽക്കട്ടോ. അജാതിയാണ് ധാർമ്മികത. കൊല്ലരുത് എന്ന് മനസ്സിലാക്കാനായിട്ട് വേദപുസ്തകം വായിച്ചിട്ട് വേണോ? മനുഷ്യനോട് ചെയ്ത നീതികേടിന്റെയും നെറുകേടിന്റെയും ക്രൂരതകളുടെയും കഥകളാണ് ഈ മതങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് തന്നെ. ഇപ്പം ഒരു മൂപ്പിലാ മേളിലുണ്ടായിരുന്നെങ്കിൽ മൂപ്പര് പറയണമല്ലോ, എടാ മറ്റോമാരെ ഇത് മോശമാണ്, അരുതേ ചെയ്യരുതട്ടോ, നിന്റെ കാലവാരി ഞാൻ നിലത്തടിക്കുമെന്ന് പറയണ്ടായിരുന്നു. അതൊക്കെ വിമർശന വിധേയമാക്കി കഴിഞ്ഞാൽ ഉടനെ പറയും എന്റെ വികാരം വിങ്ങി, അത് വീർത്തു, പൊട്ടി, വ്രണപ്പെട്ടു, പഴുത്തു എന്ന് പറയും. അവർക്ക് പ്രത്യേക പ്രിവിലേജും കൊടുത്തിരിക്കുകയാണ് ഈ ഭരണകൂടങ്ങൾ. കാരണം ഇത്തരം മന്ദിപ്പുകളെ അവർക്ക് ആവശ്യമാണ് ഭരണക്കാർക്ക്. അതുകൊണ്ട് അവരെ പ്രത്യേകമായിട്ട് പ്രൊട്ടക്ട് ചെയ്തങ്ങനെ വെച്ചിരിക്കുക. ഒന്നും മിണ്ടാൻ മേല, എന്നതാണാവേ ഇതെന്ന് പോലും ചോദിക്കാൻ മേല. ധാർമ്മികത. ജനാധിപത്യത്തിന്റെ കാലത്ത് മനുഷ്യൻ ആർജിച്ച അറിവുകൾ വെച്ചിട്ട് ഈ സമൂഹത്തിന് ഏറ്റവും ഉതകുന്ന വിധത്തിൽ ഉചിതമായ ചില നീതിശാസ്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതും മതി, എനിക്കത് മതി. നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ കൊണ്ടുവരണം.